ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ സിനിമയാണ് ഛോട്ടാ മുംബൈ. മോഹൻലാൽ നായകനായ ഈ ചിത്രം അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ എത്തുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു. ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ഒരുക്കിയ ഛോട്ടാ മുംബൈ നിർമ്മിച്ചത് മണിയൻ പിള്ള രാജുവായിരുന്നു. മോഹൻലാലിനു പുറമെ ഭാവന, സായികുമാർ, സിദ്ദിഖ്, കലാഭവൻ മണി, ഇന്ദ്രജിത്ത്, ജഗതി ശ്രീകുമാർ, രാജൻ പി ദേവ്, മണിക്കുട്ടൻ തുടങ്ങിയ വലിയ താരനിരയായിരുന്നു ഈ ചിത്രത്തിൽ ഒന്നിച്ചത്. ഇപ്പോൾ ഛോട്ടാ മുംബൈ എന്ന സിനിമയിലെ ടൈറ്റിലിനെ കുറിച്ച് പറയുകയാണ് തിരക്കഥാകൃത്തായ ബെന്നി പി നായരമ്പലം. ഛോട്ടാ മുംബൈ എന്ന ടൈറ്റിൽ അൻവറിന്റെ മനസ്സിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെക്കുറിച്ചും സന്ദർഭത്തെക്കുറിച്ചും അൻവർ ഞങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആ പേര് പറഞ്ഞിരുന്നു. സത്യത്തിൽ ഞാൻ ഛോട്ടാ മുംബൈ എന്ന പേരിനെ എതിർത്തിരുന്നു. ലാലേട്ടന്റെ പടം, ഛോട്ടാ മുംബൈ എന്ന പേര്. സിനിമ പറയുന്നത് കോമഡി രീതിയാണ്. ലാലേട്ടൻ വരുന്നത് കുസൃതി നിറഞ്ഞ തമാശ കഥാപാത്രം പോലെയാണ്. നരസിംഹവും ദേവാസുരവുമൊക്കെ കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ നിൽക്കുന്നത്. അത്രയും ഹൈപ്പ് നിറഞ്ഞ ഇമേജിലാണ് ലാലേട്ടൻ അപ്പോഴുള്ളത്. അതുകൊണ്ട് ഛോട്ടാ മുംബൈ എന്നും ലാലേട്ടൻ എന്നും കേൾക്കുമ്പോൾ ആളുകൾക്ക് വേറെ പ്രതീക്ഷ വരും. അവര് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എങ്കിൽ പിന്നെ അതിലൂടെ നമുക്ക് പണി കിട്ടുകയും ചെയ്യും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അൻവറിനോട് പറഞ്ഞിരുന്നു. അതിനെ അൻവർ പറഞ്ഞത് ഛോട്ടാ മുംബൈ എന്ന ടൈറ്റിൽ നല്ല മിഠായി കളറിൽ എഴുതാം എന്നായിരുന്നു. ഈ സിനിമ ഭീകര പരിപാടിയൊന്നും അല്ല എന്ന് ആ ടൈറ്റിൽ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുമെന്നും അൻവർ പറഞ്ഞു. അങ്ങനെ ഡിസൈൻ ചെയ്താൽ ഒരു കളർഫുൾ പടമാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അൻവറിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് വാസ്കോ എന്നോ വാസ്കോഡ ഗാമ എന്നോ ഇടാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള പല പേരുകൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ അൻവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ പേരിൽ തന്നെ പിടിച്ചു നിന്നു. അവസാനം ടൈറ്റിലിന്റെ ഡിസൈൻ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നി. ബെന്നി പി നായരമ്പലം പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.